അടുത്തത് സുരേഷ് ഗോപി. കാത്തിരിക്കുന്ന നിമിഷം സംജാതമായിരിക്കുന്നു. സുരേഷ് ഗോപി 54-ാമനായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു സുരേഷ് ഗോപി. സഹമന്ത്രിയാണെങ്കിലും സുരേഷ് ഗോപി. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. Just remember that. എന്ന് കൂടി പറയേണ്ടി വരും അല്ലേ? അത്രയും മനോഹരമായി വളരെ ക്ലാരിറ്റിയോട് കൂടി സത്യപ്രതിജ്ഞ നടത്തിയ സുരേഷ് ഗോപി. LDF-നെയും UDF-നെയും മലർത്തിയടിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നുള്ള BJP MP ആയി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം മോദി സർക്കാരിലെ ആക്ഷൻ ഹീറോ മിനിസ്റ്റർ സുരേഷ് ഗോപി. സഹമന്ത്രിയാണെങ്കിലും സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് കേരളം നമ്മളും കാണാനിരിക്കുന്നതേയുള്ളൂ. 54-ാമത് മന്ത്രി. കേരളത്തിൽ താമര വിരിയിച്ച സുരേഷ് ഗോപി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപി കേരളത്തിന്റെ പ്രതിനിധിയായി കേരളത്തിൽ താമര വിരിയിച്ച സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.